എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ നിഫ്റ്റി 2026 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ മുഴുവൻ പ്രക്രിയയും വളരെ ലളിതവും ക്രമപ്രകാരവുമായി മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണിത്. കുറേ വിദ്യാർത്ഥികൾ എലിജിബിലിറ്റി ഏരിയയിൽ സ്റ്റക്കാകാറുണ്ട്. അത് ഡോക്യുമെന്റ് അപ്ലോഡിംഗ്, ഏതൊക്കെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, പേപ്പർ പാറ്റേൺ എങ്ങനെയൊക്കെയാണ്, കൃത്യമായ ഫോം പൂരിപ്പിക്കൽ, ഈ മേഖലയിലൊക്കെയാണ് അവർ സ്റ്റക്കാകാറ്. ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി ഒരു മുഴുനീള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലിംഗ്, ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ്, അവസാനം ഫീസ് പേയ്മെന്റ്, ഇങ്ങനെ ആദ്യഘട്ട പ്രക്രിയ പുരോഗമിക്കുന്നു. ഇതിനുശേഷം നിങ്ങൾ ഒരു എഴുത്തു പരീക്ഷ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ യോഗ്യതാ നിർണയത്തെ അടിസ്ഥാനപ്പെടുത്തി അടുത്തതായി അഭിമുഖീകരിക്കേണ്ടത് ഒരു സിറ്റുവേഷൻ ടെസ്റ്റിനെയാണ്. തിരഞ്ഞെടുക്കുന്ന ഡിസൈൻ ബ്രാഞ്ചിനെ അനുസരിച്ച് തുടർന്ന് വരുന്ന ഇന്റർവ്യൂ ആൻഡ് സിറ്റുവേഷൻ ടെസ്റ്റിന്റെ സ്കോർ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ സ്റ്റേജ് ആയ കൗൺസിലിംഗിന് എത്തപ്പെടുന്നു. അവിടെ വെച്ച് നിങ്ങളുടെ സീറ്റ് ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ മേൽപ്പറഞ്ഞതിലെ ആദ്യഘട്ട പ്രക്രിയ വിശദീകരിക്കുകയും കുട്ടികൾക്ക് പൊതുവായി സംഭവിക്കാനിടയുള്ള പിശകുകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു തരികയുമാണ് ചെയ്യുന്നത്. നിഫ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനും അതിന്റെ സബ്മിഷനുമായി nift.ac.in എന്ന വെബ്സൈറ്റ് ബ്രൗസ് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് സെക്ഷനിലെ ആദ്യ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇത് റീഡയറക്റ്റ് ആകുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA പോർട്ടലിലേക്കാണ്. ഹോം പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ 2026 എല്ലാ അഡ്മിഷൻസിന്റെയും ആപ്ലിക്കേഷൻ ലിങ്കുകൾ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് UG PG പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ലിങ്കിലാണ്. NTCയുടെ മറ്റൊരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ കാണുന്ന നേരത്തെ കണ്ടതുപോലുള്ള സെയിം ലിങ്ക് അവിടെ ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിഫ്റ്റ് UG PG പ്രോഗ്രാമിന്റെ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള മെയിൻ പേജിലെത്താം. ഇവിടെയാണ് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ബട്ടൺ ഉള്ളത്. അതിന്റെ രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടിയുള്ള ലോഗിൻ ബട്ടൺ ഉള്ളത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ബട്ടൺ കൂടി അവിടെയുണ്ട്. ന്യൂ രജിസ്ട്രേഷൻ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. തുറന്നു വരുന്ന പുതിയ വിൻഡോയിലും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ UG PG പ്രോഗ്രാമുകളുടെ ഫീസ് വിവരങ്ങൾ കാറ്റഗറി അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാവുന്നതാണ്. ഇതിൽ തന്നെ 2 PG അല്ലെങ്കിൽ UG പ്രോഗ്രാമുകൾ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാലുള്ള ഫീസ് ഇളവും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെയും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇൻസ്ട്രക്ഷൻ നോട്ട് കാണാം. അത് വായിച്ചതിന് ശേഷം ഡിക്ലറേഷൻ നൽകുന്നതിനായി ചെക്ക് ബോക്സിൽ ടിക്ക് ഇടുക. തുടർന്ന് രജിസ്ട്രേഷൻ ഫോം ഡിസ്പ്ലേ ചെയ്യും. ഫോം ശ്രദ്ധയോടെ പൂരിപ്പിച്ചതിനു ശേഷം പാസ്വേഡും സെക്യൂരിറ്റി ക്വസ്റ്റ്യനും നൽകുക. തുടർന്ന് ക്യാപ്ചർ സെക്യൂരിറ്റി കോഡ് നൽകി ഫോം ഡിക്ലറേഷൻ വിൻഡോ ഓപ്പൺ ആക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്യുക. മൊബൈൽ OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിനായി വലതുവശത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ പ്രോസസ് പൂർത്തിയായതിനെ തുടർന്ന് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നു. ഈ വിൻഡോയിൽ നിന്ന് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാവുന്നതാണ്. അതിനുള്ള ബട്ടൺ ചൂടെ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പിന്നീട് ആ പ്രക്രിയ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ 10 സ്റ്റെപ്പുകളായിട്ടാണ് ഡീറ്റെയിൽസ് നൽകേണ്ടത്. ആദ്യം നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകി. തുടർന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. എല്ലാ ഫോമുകളുടെയും അവസാനമായി ക്യാപ്ച കോഡ് നൽകിയിരിക്കുന്നത് ശ്രദ്ധാപൂർവം എൻ്റർ ചെയ്യേണ്ടതാണ്. ആധാർ വെരിഫിക്കേഷൻ മൊബൈൽ OTP വഴിയാണ് പൂർത്തീകരിക്കുന്നത്. അതിനു പിന്നാലെ എക്സാം സിറ്റികൾക്കായുള്ള ഓപ്ഷനാണ്. അതേ തുടർന്ന് സെക്കൻഡറി കൂടാതെ ഹയർ സെക്കൻഡറി ലെവൽ ക്വാളിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന വിൻഡോയാണ്. തുടർന്ന് വരുന്നത് ലൈവ് ഫോട്ടോയും ഫോട്ടോ സോഫ്റ്റ് കോപ്പിയും ഒപ്പം നൽകേണ്ട വിൻഡോയാണ്. ഇതിൽ ഫോട്ടോ 10 KB മുതൽ 200 KB വരെ സൈസുള്ള JPG അല്ലെങ്കിൽ JPEG ഫയൽ ആയിരിക്കണം. ഒപ്പം 10 മുതൽ 100 KB സൈസ് ഉള്ള JPG അല്ലെങ്കിൽ JPEG ഫയൽസ് ആയിരിക്കണം. കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഉറപ്പുവരുത്തുവാനും ഡിക്ലെയർ ചെയ്യുവാനുമുള്ള വിൻഡോയാണ് അടുത്തത്. ഫൈനൽ ഫോം സബ്മിഷൻ ഇവിടെയാണ് നടക്കുന്നത്. ഫൈനൽ ഫോം സബ്മിഷൻ കഴിഞ്ഞാൽ പേയ്മെന്റ് വിൻഡോയിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ലഭിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ഗേറ്റ്വേ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് തിരഞ്ഞെടുക്കാം. പേയ്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുവാനും ലോഗിൻ ക്രെഡൻഷ്യൽസ് സൂക്ഷിക്കുവാനും മറക്കരുത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നുള്ളൂ.